ഡിടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ബാച്ച് കോഡിംഗ് മെഷീനാണ്. തെർമൽ ഇഞ്ചെക്ട് പ്രിൻ്റർ ഉപയോഗിച്ച് കൺവെയർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക് ബാച്ച് കോഡിംഗ് മെഷീനാണ്. ഇതിനകത്ത് നമുക്കൊരു ഡിസ്പ്ലേ യൂണിറ്റോട് കൂടിയിട്ടുള്ള 12.7 mm പ്രിൻ്റ് ഹൈറ്റ് വരുന്ന ഒരു പ്രിൻറ്റിങ് യൂണിറ്റാണ് നമുക്കുള്ളത്. അതോടൊപ്പം തന്നെ ഒരു കൺവെയർ അവൈലബിൾ ആണ്. ഈ കൺവെയർ നമുക്ക് 8 ഇഞ്ച്, 12 ഇഞ്ച്, 16 ഇഞ്ച് വിഡ്ത്തുകളിൽ അവൈലബിൾ ആണ്. കൺവെയറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 1.5 മീറ്റർ ലെങ്ത്താണ് വരുന്നത്. ഇതിൻ്റെ കൺവെയർ സ്പീഡ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഗൈഡർ ഉണ്ട്. ഗൈഡർ അനുസരിച്ച് നമുക്ക് ബോട്ടിൽസ് ആവട്ടെ, നമ്മളുടെ പൗച്ചസ് ആവട്ടെ, കാർട്ടൺ ബോക്സസ് ആവട്ടെ നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മൂവ് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒരു സെൻസർ ഉണ്ട്. സെൻസർ ബേസ് ചെയ്ത് സെൻസ് ചെയ്ത് നമുക്ക് ആവശ്യമായ സ്ഥലത്ത് നമുക്ക് പ്രിൻ്റ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ കാണാം. പ്രിൻ്റർ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. ഇതാണ് ബേസിക് സ്ക്രീൻ വരുന്നത്. ഇതിനകത്ത് ഓൾറെഡി നമ്മൾ കുറച്ച് മാറ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. നമുക്ക് വേണ്ട മാറ്റർ സെറ്റ് ചെയ്യാം. മാറ്റർ സെറ്റ് ചെയ്യാം. അടുത്ത കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തൊരു ലൈൻ ആഡ് ചെയ്യാം. നമുക്ക് വേണ്ട മാറ്റേഴ്സ് എന്താണെങ്കിലും നമുക്ക് കമ്പോസ് ചെയ്ത് അതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ നമുക്കതിനെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ബാർകോഡ് നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഇമേജ് ആയിട്ടുണ്ടെങ്കിൽ ഇമേജായിട്ട് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ലോഗോസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മളുടെ ആവശ്യം മാറ്റർ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫയലെടുത്ത് സേവ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മെഷീൻ ഓഫാക്കുക. അതിനുശേഷം വേണം നമ്മളുടെ കാട്രിഡ്ജ് നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട്. പ്രിൻ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വേണം മെഷീൻ ഓഫാക്കിയതിന് ശേഷം കാട്രിഡ്ജ് നമുക്ക് ഇതിനകത്തായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം. അതിനുശേഷം ലോക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന മാറ്ററാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമ്മളുടെ മാറ്റർ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ QR കോഡ്, ബാർ കോഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പ്രോപ്പറായിട്ട് നമ്മൾ അലൈൻ ചെയ്തിരിക്കുന്ന പ്ലേസിൽ പ്രിൻ്റും ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ ബോട്ടിൽസിൻ്റെ ക്യാപ്പിൻ്റെ പുറത്ത് നമുക്ക് ബാച്ച് കോഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. നമുക്കിതുപോലെ നമ്മൾക്ക് ബാച്ച് നമ്പർ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ബോട്ടിൽസിന് പുറത്ത് വരും. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് എങ്ങനെ പ്രിൻ്റ് ചെയ്യാൻ നോക്കാം. ഇതുപോലെ പ്രോപ്പറായിട്ട് നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിലും പ്രിൻ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ബോട്ടിൽസിൻ്റെ സൈഡിൽ നമുക്ക് ബാച്ച് നമ്പർ പ്രിൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ കാണുന്ന യൂണിറ്റിനെ അഴിച്ച് തിരിച്ച് പിടിപ്പിക്കാവുന്നതാണ്. അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്കിതെങ്ങനെയാണ് ബാച്ച് നമ്പർ വരുന്നതെന്ന് ചെക്ക് ചെയ്യാം. അടുത്തതായിട്ട് ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ സൈഡിൽ എങ്ങനെയാണ് ബാച്ച് കോഡ് പ്രിൻ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളുടെ പ്രോപ്പറായിട്ട് ബാച്ച് കോഡ് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ബോട്ടിലിൻ്റെ സൈഡിലും നമുക്ക് പ്രിൻ്ററിനെ അഡ്ജസ്റ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബാച്ച് കോഡിംഗ് മെഷീൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതിൽ നമ്മൾ ഇതേപോലെ പൗച്ച് നമുക്ക് മാറ്റർ ആവട്ടെ, അല്ലെങ്കിൽ QR കോഡ് ആവട്ടെ, ബാർ കോഡ് ആവട്ടെ, അതെല്ലാം നമ്മൾ പ്രിൻ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ബോട്ടിൽസിലാണെങ്കിൽ ബോട്ടിൽസിൻ്റെ സൈഡിൽ, നെക്കിൽ, ടോപ്പിൽ, ബാക്ക് സൈഡിലെല്ലാം നമ്മൾ പ്രിൻ്റ് ചെയ്തു. ഇതുപോലെ നിങ്ങളുടെ പ്രോഡക്റ്റ്സ് ഏത് ടൈപ്പ് പ്രോഡക്റ്റ്സോ ആവട്ടെ അതിൽ ബാച്ച് നമ്പർ പ്രിൻ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കൺവെയർ സിസ്റ്റത്തോട് കൂടിയിട്ടൊരു ഓൺലൈൻ ഇഞ്ചെക്ട് പ്രിൻ്ററാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ പാക്കിംഗ് മെഷീൻസും മറ്റ് ബാച്ച് കോഡിംഗ് മെഷീൻസിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.